കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നേ നൽകിയ അറിയിപ്പ് പ്രകാരം മഴയ്ക്കുള്ള നേരിയ സാധ്യതകൾ മാത്രമാണ് പ്രവചിച്ചിരുന്നതെങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും നൽകുന്ന ദൈനംദിന മുന്നറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. മാപ്പ് നമ്മളൊന്ന് പരിശോധിച്ചാൽ എല്ലാ ജില്ലകളിലും മഴയുടെ സാഹചര്യമായതിനാൽ യെല്ലോ അലർട്ടിലാണ് ഉള്ളത്. ഒറ്റപ്പെട്ട ഇടത്തരം മഴ മുതൽ ശക്തമായ മഴ വരെ ലഭിക്കുന്ന സാഹചര്യം ഉള്ളതിനാലാണ് മാപ്പിൽ എല്ലാ ജില്ലകളിലും അലേർട്ട് കാണിക്കുന്നത്. ഇതടുത്ത 3 മണിക്കൂർ കഴിയുമ്പോഴേക്ക് മാറുകയും ചെയ്യും. ജില്ലകളിലെ സാഹചര്യം പരിശോധിച്ചാൽ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് നിന്ന് മേഘാവൃതമായ ആകാശമായിരിക്കും. ജില്ലയിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴയുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. താപനില നോക്കിയാൽ ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. ജില്ലയുടെ അന്തരീക്ഷ ഊഷ്മാവ് 85% വരെ ഉയർന്നേക്കും. കനത്ത മഴ ലഭിക്കുന്ന എറണാകുളം ജില്ലയിൽ ഇന്നും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ജില്ലയിൽ ഇന്ന് മേഘാവൃതമായ ആകാശമായിരിക്കും. ഒറ്റപ്പെട്ട ശക്തമായ മഴയും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. എറണാകുളത്തെ ഉയർന്ന താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. കോഴിക്കോട് ജില്ലയിലും ഇന്ന് മഴയുണ്ടാകും. ജില്ലയിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ഇടത്തരം മഴയാണ് ഉണ്ടാവുക. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കോഴിക്കോട് ഇന്ന് അനുഭവപ്പെടുന്ന ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. കണ്ണൂർ ജില്ലയിലെ സാഹചര്യം നോക്കിയാൽ ജില്ലയിൽ മേഘാവൃതമായ ആകാശമാണ് അനുഭവപ്പെടുക. നേരിയ ഇടത്തരം മഴ ലഭിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മുന്നറിയിപ്പുകളൊന്നും പ്രവചിച്ചിട്ടില്ല. ജില്ലയിലെ ഉയർന്ന താപനില 34 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. മഴയുടെ സാഹചര്യം നിലവിലുണ്ടെങ്കിലും കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അതേസമയം ശക്തമായ കാറ്റിൻ്റെ സാഹചര്യമുള്ളതിനാൽ ചെറുവള്ളങ്ങളിലും ഫൈബർ ബോട്ടുകളിലും മീൻ പിടിക്കാൻ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം.